ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അങ്ങനെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ചിക്കൻ്റെ കണക്കാ തൂക്കം ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കുറച്ചങ്ങോട്ട് എടുത്തതെന്നുള്ളൂ. ഞങ്ങളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് ഇങ്ങോട്ട് കറക്കി എടുത്ത് വരാം. നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, മല്ലിയില, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ക്യാപ്സിക്കം ഇല്ലാത്ത കാരണം ഞാൻ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ചേർക്കാനുണ്ട്. അതൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചിക്കന് ഒന്നിവിടെ കറക്കിയെടുത്തതിലേക്ക് നമുക്ക് ഇത്തിരി മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, മല്ലിയില, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണും കൂടെ മുളകും പൊടി ഇട്ട് കൊടുക്കുക. ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക. ഇത്തിരി കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്കിത് നല്ലോണം യോജിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട, ഒരു വലിയ കയ്യിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്തിരി കുരുമുളകും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ നല്ലോണം അരച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ മസാല ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിങ്ങനെ ചെറുതാക്കി ഒഴിച്ചു കൊടുക്കുക. ഇതിലൊരു 3 2 ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എവിടെയും എത്തിപ്പെടാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ശേഷം നമുക്കിതിങ്ങനെ ഒന്നാണ്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ 2 ഭാഗവും നല്ലോണം വെന്ത് നല്ല ടേസ്റ്റായ ഒരു സ്നാക്ക് തന്നെയാണിത്. നമുക്കിതുപോലെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇങ്ങനെ കഷ്ണമാക്കിങ്ങാണ്ട് ഓരോ കഷ്ണം അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതങ്ങനെ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വെച്ച് കൊടുത്തില്ല വെച്ചിട്ട് കുഴപ്പമില്ല. എന്നാലും നമ്മളെ സ്നാക്കിന് നല്ല ടേസ്റ്റാണ്. ചീസ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കണ്ട് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മക്കളെ നമ്മുടെ നല്ല ടേസ്റ്റിയായ സ്നാക്ക് ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, അതിലേറെ ടേസ്റ്റുമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണിത്. നമ്മൾ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.